തെരഞ്ഞെടുത്ത 20 പേർ, 40 പേരിൽ നിന്ന് വീണ്ടും ഫിൽട്ടർ ചെയ്ത 20 പേർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയെ ഭാവിയിൽ ഭൗതികമായി നയിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ പദ്ധതിയുടെ പ്രാധാന്യവും പ്രത്യേകതയും. കലാ സാംസ്കാരിക രംഗങ്ങളെയൊക്കെ ആകെ നയിക്കാൻ പോകുന്ന ഒരു സമൂഹമാണ്, ഒരു 60 പേരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് ക്യാമ്പുകളെ അപേക്ഷിച്ച് കിച്ചൺ പ്രോഗ്രാമിന്റെ പ്രത്യേകത. എന്താണ് ഈ മിടുക്ക്, എന്താണ് ഈ പ്രായവും അഭിമാനകരമായ മണിമുത്തുകളാണ് നിങ്ങൾ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഗിഫ്റ്റ് എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ കേട്ടിട്ടുണ്ടോ? ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ സുപ്രീം ആവുക എന്നുള്ളതല്ല കഴിവ്, മറിച്ച് നിങ്ങൾ എന്തായിരുന്നുവോ അതിനേക്കാൾ ഉയർന്ന തലങ്ങളിലേക്ക് ഓരോ ദിവസം കഴിയുന്നോ എത്താനുള്ള ശേഷിയാണ് കഴിവ്. റിഫൈൻ ചെയ്ത് പരിഷ്കരിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും നിങ്ങൾ വളർന്ന് 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 നിങ്ങൾ മാറുന്നതാണ് എന്ത് കഴിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരാളെ നിങ്ങളുമായി സംവദിക്കാൻ കൊണ്ടുവരണം എന്നത്. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെ വന്നത് ഋഷിരാജ് സിംഗ് സാറാണ് അല്ലേ? ഋഷിരാജ് സിംഗ് സാറും തന്മയ സോളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഋഷിരാജ് സിംഗ് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു മഹാമനുഷ്യൻ, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യൻ. തന്മയ സോളിനെ നിങ്ങളുടെ മുമ്പിൽ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു ബന്ധം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങൾ ഇത്തവണ ആലോചിച്ചത് മനോജ് സാറും അതുപോലെ ശരണം, പ്രമോദും, ലിജയും, ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ആലോചിച്ചപ്പോൾ 3 പേരാണ് ഞങ്ങൾ പരിഗണിച്ചത്. ഒന്നാമത് സിനിമാ നടൻ ഇന്ദ്രൻസ് കൊണ്ടുവരാൻ ആലോചിച്ചു. രണ്ടാമത് ISRO ചെയർമാനെ കൊണ്ടുവരാൻ ആലോചിച്ചു. മൂന്നാമത് ഈ തന്മയ സോളിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിച്ചു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുക്കൽ? ഞാൻ നേരത്തെ പറഞ്ഞ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വാചകം, ഇന്നലെ വരെ നമ്മളിൽ ഉണ്ടായിരുന്ന എന്തിനെങ്കിലും പരിഷ്കരിച്ച് ആരെയും തോൽപ്പിക്കാതെ. നമ്മളിപ്പോ നമ്മുടെ രക്ഷകർത്താക്കളും പറയാറുണ്ട്, ഈ അവനെ കണ്ടുപിടിക്കും, അവന് ഇത്ര മാർക്ക്, എനിക്ക് അതിന് ഇത്രയും മാർക്ക്, അതുകൊണ്ട് മറ്റൊരാളെ തോൽപ്പിക്കലാണ് നമ്മുടെ വിജയം എന്ന് നമ്മൾ പലരും കരുതുന്നു. തന്മയ വിജയിച്ചത് അങ്ങനെയാണോ? ആണോ? ആ തോൽവിയല്ല. അതാണ് നമ്മളിൽ നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന ദൈവം കൊണ്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിങ്ങളുടെ അധ്യാപകരെ കൊണ്ടും രക്ഷകർത്താക്കളെ കൊണ്ടും നിങ്ങൾ ഓരോ തരത്തിലും അനുഗ്രഹീതരാണ്. ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടവരാണ് എല്ലാം. തോന്നുന്നുണ്ടോ അങ്ങനെ? ഭാവത്തെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന തിരിച്ചറിയലാണ്, നമ്മുടെ വീഴ്ചകളെ തിരിച്ചറിയലാണ്, നമ്മുടെ പോരായ്മകൾ എന്ത് എന്ന് മനസ്സിൽ തിരുത്തി ആ തിരുത്തലുകൾ നമ്മൾ അഹംബോധത്തിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കരമായ കഴിവുണ്ട് എന്ന് തോന്നിയാൽ അതെന്തായി അഹങ്കാരമാകും. അതുണ്ടാകരുത്. എനിക്ക് മറ്റൊരാളെക്കാൾ കഴിവില്ല എന്ന് തോന്നിയാൽ അത് അപകർഷതാബോധമാണ്. അതും പാടില്ല. അഹങ്കാരവും ഈ അപകർഷതാബോധവും അല്ല. നമ്മളുടെ കുറവുകൾ തിരുത്തി ഏറ്റവും റിഫൈനായ, ഏറ്റവും പരിഷ്കരിക്കപ്പെട്ട, ഈ കാലത്തിന് വേണ്ട, ഈ നാടിന് വേണ്ട, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട, ഈ പറയുന്ന സമൂഹത്തിനും രാജ്യത്തിനും ആകെ പ്രകാശം നൽകുന്ന നക്ഷത്രങ്ങളാക്കി ഈ സുന്ദരികളെയും സുന്ദരന്മാരെയും മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉള്ളത്. സംസാരിക്കാൻ പറ്റുന്ന ഒരു കാരണം എന്റെ സിനിമയുടെ ഡയറക്ടർ സാറായ സൽകുമാർ സാറാണ്. കാരണം നിങ്ങളെ കണക്ക് ഞാൻ വീട്ടിലിരിക്കാനായിട്ട് എനിക്ക് ഒരു വേഷം തന്നു, അതെനിക്ക് പറ്റുന്നത്ര ഞാൻ യൂട്ടിലൈസ് ചെയ്തു, അങ്ങനെ അവാർഡ് കിട്ടി. വഴക്ക് എന്ന സിനിമയ്ക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ടൊവിനോ തോമസ് മെയിൻ ക്യാരക്ടർ ചെയ്ത വഴക്ക് സിനിമ. കരിക്കുസൃതിയും അസീസങ്ങളുമായിരുന്നു. അസീസങ്ങൾ അറിയാം ആയിരുന്നു എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്, അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചത്. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കാര്യം പറയാം, എനിക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യം. ഞാൻ പട്ടം ഗേൾസിലാണ് പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഞാൻ 4th വരെ ഒരു പ്രൈവറ്റ് സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ അച്ഛന് കുറച്ച് കാരണം സ്കൂൾ മാറ്റേണ്ടി വന്നു.
അച്ഛൻ ഇങ്ങനെ പറയുന്നത് സ്കൂൾ മാറണം, എനിക്കൊരു താല്പര്യമില്ല ഗവൺമെന്റ് സ്കൂളിലോട്ട് പോകാൻ. അച്ഛൻ നമ്മളൊരു കണ്ടീഷനുണ്ട്, ഒരു പട്ടീനെ വാങ്ങിച്ചു തന്നാൽ ആ സ്കൂളൊക്കെ മാറാം ഓക്കെ എന്ന് പറഞ്ഞ് അച്ഛൻ വാക്ക് പാലിച്ച് പട്ടീനെ വാങ്ങിച്ചു തന്നു. പക്ഷേ ഞാൻ സ്കൂൾ മാറിയപ്പോൾ കണ്ടത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കൂൾ അത്രയ്ക്കും ചേഞ്ച്ഡ് ആണ്. ക്ലാസ് റൂംസ് ആയാലും ലാബ് തന്മയ US സ്കോളർഷിപ്പ് ഒന്നും നേടാതെ തന്നെ അതിനേക്കാളേറെ തെളിയിച്ചിരിക്കുന്നു. ഉദ്ഘാടക എന്ന് ഞാൻ ഇന്നലെ അറിയുന്നത് ഏകദേശം ഒരു 9:30 മണിയോടുകൂടിയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ആ സമയത്താണ് പ്രിയപ്പെട്ട നജമുദ്ദീൻ സാറ് തന്മയുടെ പേര് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉടൻ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്തു. അപ്പോൾ തന്മയുടെ ആ ചിത്രം കണ്ട ഉടനെ തന്നെ പലരും ചോദിച്ചു, ഒരു കൊച്ചുകുട്ടി നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഈ ക്യാമ്പിലില്ല. ഭൂരിപക്ഷം കുട്ടികളും 10ാം ക്ലാസ് പഠിക്കുന്നവരാണ്. ഏകദേശം 17ഓളം പേര് 10ാം ക്ലാസ് പഠിക്കുന്നവരാണ്. 4 പേർ മാത്രമാണ് 10ാം ക്ലാസ്സിൽ നിന്ന് പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ അനിയത്തിയാണ്. ആ അനിയത്തി കുട്ടിക്ക് ഒരു ഉപഹാരവുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. ആ ഉപഹാരം സമ്മാനിക്കുന്നത് തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലെ കലാകാരിയായിട്ടുള്ള അലീനയാണ്. അതിനുവേണ്ടിയിട്ട് അലീനയെ ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുകയാണ്. അലീന തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ അഭിമാനമാണ്. സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരി